എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ പ്രിന്റെ ഫാദറും നായയുടെ ഫാദറും ചേർന്ന് മിസ്റ്റർ തവിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ തവി ഇത്രയും നാളും ചെയ്ത് എല്ലാ കറപ്ഷന്റെ എവിഡൻസ് പ്രിന്റെ ഫാദറിന്റെ കയ്യിലുണ്ടായിരുന്നു. അതും പോലീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. നീ എന്നെ ചീറ്റ് ചെയ്തു എന്ന് പ്രിന്റെ ഫാദറിനോട് മിസ്റ്റർ തവി പറയുമ്പോൾ, ചീറ്റ് ചെയ്ത് ആദ്യം നിങ്ങളാണ്. എന്റെ മകനെ വെറുതെ വിടണമെന്ന് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിരുന്നതാ. പക്ഷെ നീ കേട്ടില്ല. നീ അവനെ ഹർട്ട് ചെയ്തു. ഞാൻ ഇതൊരിക്കലും ക്ഷമിക്കില്ല. എന്റെ പക്കലുള്ള എന്തും നിനക്ക് തരാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ എന്റെ മകനെ ഞാൻ ഒരിക്കലും തരില്ല എന്ന് പ്രിന്റെ ഫാദർ പറയുന്നുണ്ട്. അപ്പോൾ നായുടെ ഫാദർ അവിടേക്ക് വന്ന്, നീ എന്റെ മകളോട് ചെയ്ത കാര്യത്തിന് ഞാൻ നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല എന്ന് പറയുന്നു. ഈ സീനിൽ ഈ കാര്യങ്ങളെല്ലാം പ്രിന്റും മദറും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവനെ കാണാനായി അവന്റെ ഫാദർ അവിടേക്ക് വരുന്നു. മിസ്റ്റർ തവിയുടെ കൂടെ ചേർന്ന് ഞാൻ ചെയ്ത എല്ലാ കറപ്ഷന്റെ എവിഡൻസ് ഞാൻ പോലീസിന് കൈമാറിയെന്ന് ഡാഡ് പറയുന്നു. അതിന്റെ അർത്ഥം താങ്കളും ജയിലിൽ പോകാൻ ചാൻസ് ഉണ്ടല്ലേ എന്ന് പ്രിൻ ചോദിക്കുന്നുണ്ട്. എനിക്കിന്നൊരു കാര്യം മനസ്സിലായി. നമ്മൾ ഈ ലോകത്ത് എന്തൊക്കെ പാപം ചെയ്തിട്ടുണ്ടോ അതിന്റെ ഫലങ്ങൾ നമ്മൾ എന്തായാലും അനുഭവിക്കും. നിന്നോടും നിന്റെ മദറിനോടും ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ജയിലിൽ കിടന്നാണെങ്കിലും ഇതെല്ലാം കോമ്പൻസേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ ഇന്ന് വന്നത്. നിന്റെ മദറിനെ നീ നന്നായി നോക്കണം. നിന്റെ ഫാമിലിയെ നീ നന്നായി ടേക്ക് കെയർ ചെയ്യണം. നീ എന്നും ഹാപ്പി ആയിരിക്കണം എന്ന് പറഞ്ഞ് ഡാഡ് അവിടുന്ന് പോകുന്നുണ്ട്. ഇതെല്ലാം മാറി നിന്ന് പ്രിന്റെ മദറും കേൾക്കുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് സീനിൽ പ്രിൻ മിത്രയെ കാണാൻ വരുന്നു. പരസ്പരം മീറ്റ് ചെയ്ത് അവർ രണ്ടുപേരും ഒരുപാട് ഹാപ്പി ആയിരുന്നു. എനിക്ക് തോന്നുന്നത് നിന്റെ ഫാദറിന് അദ്ദേഹം ചെയ്ത തെറ്റുകൾക്കെല്ലാം ഒരുപാട് കുറ്റബോധം ഉണ്ടെന്നാ. നീ അദ്ദേഹത്തോട് ക്ഷമിക്കാൻ തയ്യാറല്ലേ എന്ന് മിത്ര ചോദിക്കുന്നു. പ്രിൻ ഇതിന് ഒരു മറുപടിയും പറയുന്നില്ല. മിത്രയും കൂട്ടി അവനവിടെ നടന്നു പോകുന്നു. അപ്പോൾ തവിയുടെ ഗുണ്ടകൾ വന്ന് അവർ രണ്ടുപേരെയും പിടിക്കുന്നുണ്ട്. കറക്റ്റ് സമയത്ത് പ്രിന്റെ ഫാദർ അവിടേക്ക് വരുന്നു. അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഫൈറ്റാണ് നടക്കുന്നത്. മിസ്റ്റർ തവി അവിടേക്ക് വരുന്നുണ്ട്. അയാളുടെ കയ്യിൽ ഗണ്ണുണ്ടായിരുന്നു. പ്രിന്റെ ഫാദർ ഇത് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവർ രണ്ടുപേർക്കും ഇടയിൽ ഫൈറ്റ് നടക്കുന്നു. പെട്ടെന്ന് എല്ലാവരും ഗൺ ഷൂട്ട് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നു. എല്ലാവരും പേടിക്കുന്നുണ്ട്. പ്രിന്റെ ഫാദറിന്റെ കൈ കൊണ്ട് അറിയാതെ മിസ്റ്റർ തവി മരിക്കുന്നു. അവർ രണ്ടുപേരും ആ ഗൺ പിടിച്ചു പറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്കാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോഴേക്കും എല്ലാവരും അവിടേക്ക് ഓടി വരുന്നു. നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് പ്രിന്റെ ഫാദർ അവനോട് ചോദിക്കുന്നുണ്ട്. താൻ ഓക്കെ ആണെന്ന് അവൻ പറയുകയും ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ പ്രിന്റെ ഫാദറിനെ പോലീസ് അറസ്റ്റ് ചെയ്യാണ്. ഷൂട്ട് ചെയ്ത അബദ്ധത്തിലാണെങ്കിലും മിസ്റ്റർ തവി മരിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ കുറ്റത്തിന് അദ്ദേഹത്തെ ജയിലിൽ കൊണ്ടുപോവുകയാണ്. എന്റെ മകളെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് മിത്രയുടെ ഫാദർ പ്രിന്റെ ഫാദറിനോട് പറയുന്നു. എന്റെ ഹാപ്പിനെസ് ഇപ്പോൾ പണത്തിലല്ല, പകരം ഞാൻ സ്നേഹിക്കുന്ന ആളുകൾ ഹാപ്പി ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ മകന്റെ ഹാപ്പിനെസ് നിന്റെ മകളിലാണ്. സോ എന്തായാലും ഞാൻ അവളെ രക്ഷിക്കുമായിരുന്നു എന്ന് ഡാഡ് പറയുന്നു. അറ്റ് ലാസ്റ്റ് മിത്രയുടെ ഫാദർ പ്രിന്റെ ഫാദറിനോട് ക്ഷമിക്കുന്നു. പ്രിന്നെ ആസ് എ സൺ ഇൻ ലോ ആക്സെപ്റ്റ് ചെയ്യാൻ താൻ തയ്യാറാണെന്നും മിത്രയുടെ ഫാദർ പറയുന്നുണ്ട്. പ്രിന്റെ ഫാദർ ഒരുപാട് ഹാപ്പിയാകുന്നു. മിത്രയുടെ ഫാദറിനോട് നന്ദി പറഞ്ഞ ശേഷം പോലീസിന്റെ കൂടെ അവിടുന്ന് പോകുന്നുണ്ട്. പ്രിന്നാകട്ടെ ഇതെല്ലാം കണ്ട് ഇമോഷണലാകുന്നു. മിത്രയുടെ ഫാദർ പ്രിന്നോട്, മിത്രയെ ഒഫീഷ്യലി പ്രൊപ്പോസ് ചെയ്യാനായി നിന്റെ മദറിന്റെ കൂടെ നിനക്ക് എന്റെ വീട്ടിലേക്ക് വരാമെന്ന് പറയുന്നു. ഇത് കേട്ട് രണ്ടുപേരും ഒരുപാട് ഹാപ്പിയാകുന്നുണ്ട്. അവർ ഡാഡിനോട് താങ്ക്സ് പറയുന്നു. സെയിം നൈറ്റ് പ്രിൻ കുട്ടികൾക്ക് സ്റ്റോറി പറഞ്ഞു കൊടുക്കായിരുന്നു. അവൻ എണീറ്റ് പോകാൻ തുടങ്ങുമ്പോൾ നിക്ക് അവന്റെ കയ്യിൽ മുറുക്കെ പിടിക്കുന്നു. പ്ലീസ് ഡാഡ്, എവിടേക്കും പോകരുതെന്ന് അവൻ പറയുന്നുണ്ട്. ശരി, ഞാൻ എവിടേക്കും പോകില്ല എന്ന് പ്രിൻ പ്രോമിസ് ചെയ്യുന്നു. ഈ സീനിൽ ചെൻ ഒരു ക്ലബിലിരുന്ന് ഗേൾസിന്റെ കൂടെ എൻജോയ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ അവിടേക്ക് വന്ന് നീ ഇതെന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ഇത്രയും നാളും ഞാൻ ഒരു നല്ല പേഴ്സണായി ജീവിച്ചു. പക്ഷെ പകരം എനിക്ക് എന്താ കിട്ടിയത്? എന്നെ ആരും കെയർ ചെയ്യുന്നില്ല. ഇനി കുറച്ച് നാള് ഞാൻ എൻജോയ് ചെയ്യാൻ പോവുകയാണെന്ന് അവൻ പറയുന്നു. നിനക്ക് എൻജോയ് ചെയ്യണമല്ലേ? ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ കുറെ വെള്ളം എടുത്ത് അവന് തലയിൽ കൂടെ ഒഴിക്കുന്നു. നിനക്ക് നല്ല എൻജോയ്മെന്റ് ഫീൽ ചെയ്തോന്ന് ചോദിച്ച് അവൾ ഇവിടുന്ന് പോകാൻ തുടങ്ങുന്നു. ചെൻ അവളെ തടയുന്നുണ്ട്. നിന്റെ വിചാരം എന്താ? ഈ ഫുൾ ലോകത്തും നിന്റെ ലൈഫിൽ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ എന്നാണോ? നിന്റെ മദറിനെ കെയർ ചെയ്യുന്നതിന് പകരം നീ ഇവിടെ വന്ന് ഇതെന്ത് ചെയ്യാണെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, ആരെങ്കിലും എന്നെ കെയർ ചെയ്യണമെന്ന്. ഇത് കേട്ട് ഞാൻ വന്ന് അവനെ ഹഗ് ചെയ്യുന്നു. മിത്രയുടെയും പ്രിന്റെയും പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് നടക്കാൻ പോവുകയാണ്. സോ അതിനു വേണ്ടി മിത്ര നന്നായി റെഡിയാകുന്നുണ്ട്. പ്രിൻ അവിടേക്ക് വരുന്നു. മിത്ര ആദ്യമായി വെഡിങ് ഡ്രസ്സിൽ കാണുമ്പോൾ അവൻ ഒരുപാട് ഇംപ്രസ് ആകുന്നുണ്ട്. അവളുടെ ബ്യൂട്ടി അവൻ നോക്കി നിൽക്കുന്നു.
അവർ രണ്ടുപേരും ഫോട്ടോസിന് വേണ്ടി പോസ് ചെയ്യാണ്. മിത്ര, നീ ഈ ലോകത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ബ്രൈഡാണ്. എനിക്ക് സത്യത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മുടെ മാരേജ് നടക്കാൻ പോവുകയാണെന്ന്. ഇത് സത്യമാണോ അതോ സ്വപ്നമാണോ എന്ന് അവൻ ചോദിക്കുന്നു. മിത്ര അവനെ കിസ് ചെയ്യുന്നുണ്ട്. നിനക്കിപ്പോൾ വിശ്വാസമായില്ലേ ഇത് സ്വപ്നമല്ല, റിയൽ ആണെന്ന് അവൾ പറയുന്നു. പ്രിൻ അവളെ കിസ് ചെയ്യാൻ പോകുമ്പോൾ ഇപ്പോൾ അല്ല, ആദ്യം ഫോട്ടോസിന് പോസ് ചെയ്യാൻ അവൾ പറയുന്നു. പ്രിൻ ഈ ഫോട്ടോസ് അവന്റെ മദറിനെ കാണിക്കുന്നു. മദർ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. ഫൈനലി എല്ലാ പ്രശ്നങ്ങളും മാറി നിങ്ങൾ രണ്ടുപേരും മാരി ചെയ്യുന്നതിൽ ഞാൻ നല്ല ഹാപ്പിയാണെന്ന് മദർ പറയുന്നു. നീ ഇപ്പോഴും നിന്റെ ഫാദറിനോട് ക്ഷമിച്ചിട്ടില്ലേ എന്ന് മദർ ചോദിക്കുമ്പോൾ പ്രിൻ മറുപടി ഒന്നും പറയുന്നില്ല. നീ ഇപ്പോൾ നിക്കിന്റെ റീനയുടെ ഫാദർ അല്ലേ? ഒരു പേരൻസിന്റെ മനസ്സ് എന്താണെന്ന് നിനക്ക് മനസ്സിലാകുമല്ലോ. തന്റെ മക്കളെ വെറുക്കാനോ അവരെ സ്നേഹിക്കാതിരിക്കാനോ ഒരു പേരൻസിനും പറ്റില്ല. നിന്റെ ഫാദറിനോട് എല്ലാവരും ക്ഷമിച്ചു, ഇനി നീ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് മദർ പറയുന്നുണ്ട്. ഇവിടെ ചെൻ തന്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവന്റെ മദർ ഒരുപാട് ഡ്രിങ്ക് ചെയ്ത് സോഫയിൽ കിടന്ന് ഉറങ്ങായിരുന്നു. അവൻ മദറിനെ വിളിച്ചെണീപ്പിക്കുന്നു. പ്ലീസ് ചെൻ, നീ എന്നെ വിട്ടു പോകരുത്, എനിക്കിപ്പോൾ നീ മാത്രമേ ഉള്ളൂ എന്ന് മദർ പറയുന്നു. ഇത് കേട്ട് ചെൻ മദറിനെ ഹഗ് ചെയ്യുന്നുണ്ട്. പ്രിൻ തന്റെ ഫാമിലിയുടെ കൂടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക. നമ്മൾ ഇനി എങ്ങോട്ടാ പോകുന്നതെന്ന് നിക്ക് ചോദിക്കുമ്പോൾ ഇനി ഞാൻ നിന്റെ മദറിനെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകാം. നിങ്ങൾ ആണ്ട് വീട് കൂടെ വീട്ടിൽ പോകണമെന്ന് പ്രിൻ പറയുന്നു. മോം എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നതെന്ന് റീന ചോദിക്കുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു യങ്ങ ബ്രദറോ സിസ്റ്ററോ ഉണ്ടാകാൻ പോകുകയാണെന്ന് മിത്ര കുട്ടികളോട് പറയുന്നു. ഇത് കേട്ട് രണ്ടുപേരും ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. ഇനി മുതൽ നിങ്ങളുടെ മോമിനെ ബേബിയും ടേക്ക് കെയർ ചെയ്യാൻ നിങ്ങളും എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പ്രിൻ കുട്ടികളോട് പറയുന്നുണ്ട്. ഇതെല്ലാം ദൂരെ നിന്ന് പാം കേൾക്കുന്നു. മോമും ഡാഡോ, അതിന്റെ അർത്ഥം നിക്കും റീനയും പ്രിന്റെയും മിത്രയുടെയും കുട്ടികളാണ്. നിക്കിനെ റീനയെ പിക്ക് ചെയ്യാനായി ആണ്ട് വേ വരുന്നു. ഇതെല്ലാം ദൂരെ നിന്ന് പാം ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി നീ നിന്റെ വൈഫിനെ കൂട്ടി ചെക്കപ്പിന് പൊയ്ക്കോളാൻ ആണ്ട് വേ പറയുമ്പോൾ ആണ്ട് വേ, ഞാൻ ഇതൊന്നും നേരത്തെ ചെയ്തിട്ടില്ല, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പ്രിൻ ചോദിക്കുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, നിന്റെ വൈഫിന്റെ കൂടെ നീ ഉണ്ടായാൽ മതി, അവളെ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതിയെന്ന് ആണ്ട് വേ പറയുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് ഇതെല്ലാം കണ്ട് ദേഷ്യത്തിൽ പാം പറയുന്നു. പ്രിന്നും മിത്രയും ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്. പ്രിൻ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. ഡോക്ടർ, ഇത് ബേബി ഗേൾ ആണോ അതോ ബോയ് ആണോ എന്ന് പ്രിൻ ചോദിക്കുമ്പോൾ ഫാദർ ഒരുപാട് എക്സൈറ്റിലാണല്ലോ, ബേബിയുടെ ജെൻഡർ കുറച്ചു മാസം കഴിഞ്ഞേ പറയാൻ പറ്റൂ. ഇത്തവണ താങ്കളും മിത്രയുടെ കൂടെ വന്ന് നന്നായി, അല്ലെങ്കിൽ അവളൊന്നും ഒറ്റയ്ക്ക് വരാറുണ്ടായിരുന്നെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ഈ സീനിൽ ഞാൻ ചെന്റെ ഓഫീസിലേക്ക് വരുന്നു. ചെൻ ഓടി വന്ന് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു, നിന്റെ കോഫി ഒരുപാട് മിസ് ചെയ്തു എന്ന് അവൻ പറയുന്നുണ്ട്. നിനക്ക് കോഫി കുടിക്കണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എൻ്റെ ഷോപ്പിലേക്ക് വരാമെന്ന് അവൾ പറയുന്നു. നീ എന്താ നിന്റെ ഫാദറിനോട് ഇപ്പോഴും ദേഷ്യത്തിലാണോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ പഴയ ചെന്നായിരുന്നുവെങ്കിൽ ഇപ്പോഴും ദേഷ്യത്തിലായിരുന്നേനെ, ഡ്രിങ്ക് ചെയ്ത് എവിടെയെങ്കിലും കിടക്കുമായിരുന്നു. പക്ഷെ നീ എന്നെ ഒരുപാട് ചേഞ്ച് ചെയ്തു, ഞാനിപ്പോൾ പഴയ ആളല്ല. താങ്ക്സ് എന്നെ ഇങ്ങനെ ചേഞ്ച് ചെയ്തതിന്. ഐ എം റിയലി താങ്ക്ഫുൾ ടു യു എന്ന് അവൻ പറയുന്നു. എനിക്ക് ഡാഡിനോട് ഇപ്പോൾ ഒരു ദേഷ്യവുമില്ല. മിത്രയുടെയും പ്രിന്റെയും ജീവൻ രക്ഷിച്ച് ഡാഡ് ഒരു വലിയ കാര്യം ചെയ്തത്. ഞാൻ അദ്ദേഹത്തോട് ക്ഷമിച്ചു എന്ന് ചെൻ പറയുന്നു. ചെൻ നായിഡ് ഒരുപാട് ക്ലോസ് ആയി വരുന്നു. നീ ഇതെന്താ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിക്കുമ്പോൾ നിന്റെ ഐസ് ഞാൻ ക്ലോസ് ആയി നോക്കായിരുന്നു എന്ന് അവൻ പറയുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും ഒരുപാട് എൻജോയ് ചെയ്യുന്നു. ഇവിടെ ആണ്ടുവേ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായി ഷോപ്പിലേക്ക് പോകുമ്പോൾ പാം വണ്ടിയിൽ കയറി കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്നു. ഈ കാര്യം അറിയുമ്പോൾ പ്രിന്നും മിത്രയും ഒരുപാട് പേടിക്കുന്നുണ്ട്. പ്രിൻ അവളെ സമാധാനിപ്പിക്കുന്നു. അപ്പോൾ പാം അവരെ കോൾ ചെയ്യുന്നു. നിന്റെ മക്കളെ ജീവനോടെ വേണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എന്നെ കാണാനായി ഞാൻ പറയുന്ന പ്ലേസിൽ വരണം. നിങ്ങൾ രണ്ടുപേരും മാത്രം. ഈ കാര്യം പോലീസിനെ അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇനി ഇവരെ ജീവനോടെ കാണില്ല എന്നും പാം പറയുന്നുണ്ട്. പ്ലീസ് എൻ്റെ മക്കളെ ഒന്നും ചെയ്യരുത്, അവർ നിന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മിത്ര പറയുന്നു. ഫോൺ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് മിത്രയും പ്രിന്നും ആ പ്ലേസിലേക്ക് വരുന്നുണ്ട്. കുട്ടികളെ കാണുമ്പോൾ ഓടി വന്ന് മിത്ര അവരെ ഹഗ് ചെയ്യുന്നു. പാം വന്ന് മിത്രയോട് മാറി നിൽക്കാൻ പറയുന്നു. പക്ഷെ മിത്രയാകട്ടെ കേൾക്കുന്നില്ല. പ്രിൻ മിത്രയോട് മാറാൻ പറയുന്നുണ്ട്. പാമിന്റെ കയ്യിൽ ഗണ്ണുണ്ടായിരുന്നു. ദേഷ്യത്തിൽ അവൾ എന്ത് ചെയ്യുമെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്ലീസ് പാം, നീ ഇതെല്ലാം നിർത്തൂ, നമുക്ക് സമാധാനത്തോടെ സംസാരിക്കാമെന്ന് മിത്ര പറയുമ്പോൾ
സമാധാനത്തോടെ സംസാരിക്കാനോ? നിന്നോട് സംസാരിക്കാൻ ഞാൻ വന്നപ്പോൾ നീ എന്താ കേൾക്കാൻ തയ്യാറായിരുന്നോ? ഇനി ഞാൻ നീ പറയുന്നൊന്നും കേൾക്കില്ല. നിന്റെ ലൈഫിൽ നിനക്ക് ഹാപ്പിനെസ് തരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നശിപ്പിക്കും. ജീവിക്കാൻ നിനക്കൊരു കാര്യം ഉണ്ടാകരുത്. നീ ഒരിക്കലും ഹാപ്പി ആകരുത്. എന്നെപ്പോലെ നീയും ജീവിക്കണം. പാം പ്ലീസ്, ഇതെല്ലാം നിർത്തൂ. നിനക്ക് വീണ്ടും ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പ്രിൻ പറയുമ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട. മിത്ര, സത്യത്തിൽ നീ എന്നോട് താങ്ക്സ് പറയണം. നിനക്ക് പ്രിന്നെ കണ്ടെത്തി തന്നത് ഞാനാണ്. അന്ന് ഞാൻ നിനക്ക് ഡ്രഗ്സ് തന്ന് പ്രിന്നെ കൊടുത്തില്ലായിരുന്നുവെങ്കിൽ നിന്റെ പക്കൽ ഇപ്പോൾ പ്രിൻ ഉണ്ടാകില്ലായിരുന്നു, ഈ കുട്ടികൾ ഉണ്ടാകില്ലായിരുന്നു. സത്യത്തിൽ മിത്ര, എനിക്ക് നിന്നോട് വെറുപ്പാണ്, പണ്ട് മുതലേ വെറുപ്പാണ്. എൻ്റെ ലൈഫിൽ എനിക്കില്ലാത്ത എല്ലാം നിന്റെ പക്കലുണ്ട്. നല്ല ഫാമിലി, പണം, സന്തോഷം, എല്ലാവർക്കും നിന്നെ ഇഷ്ടമാണ്. എന്നെ ആർക്കും ഇഷ്ടമല്ല. ഇന്ന് നിന്നെ ഇത്രയും വിഷമത്തില് എൻ്റെ മുന്നിൽ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണെന്ന് പാം പറയുന്നു. അപ്പോൾ പോലീസ് വരുന്ന സൗണ്ട് അവൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും എന്നെ ചീറ്റ് ചെയ്തു. പോലീസിനെ ഇൻഫോം ചെയ്യില്ലെന്നും ഞാൻ പറയുന്നത് കേൾക്കുമെന്നും നിങ്ങൾ എന്നോട് പറഞ്ഞല്ലേ. പക്ഷേ എന്നെ ജയിലിലാക്കാനാ നിങ്ങൾ ശ്രമിക്കുന്നത്. ഞാൻ മരിക്കുന്നതിന് മുന്നേ, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ കുട്ടികളെ ഞാൻ കൊല്ലുമെന്ന് അവൾ പറയുന്നു. ഇത് കേട്ട് പ്രിൻ തന്റെ കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ പാം സ്ലിപ്പായി താഴേക്ക് വീഴുന്നു. നമ്മൾ വിചാരിക്കും പാം മരിച്ചെന്ന്. പക്ഷെ അവൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രിന്റെ ഡാഡിന് ബെയില് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചെന്റെ മദർ അവസാനമായി തന്റെ ഹസ്ബൻഡിനെ കാണാൻ വരുന്നു. അവർ രണ്ടുപേരും പരസ്പരം എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. ചെന്റെ മദർ എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തോട് ക്ഷമിക്കുന്നു. നല്ലൊരു ഫ്യൂച്ചർ ലൈഫ് ഉണ്ടാകാനായി അദ്ദേഹത്തോട് ഗുഡ് ലക്കും പറയുന്നു. ചെന്റെ മദർ ഒരു ട്രിപ്പിന് പോവുകയാണ്, എല്ലാ കാര്യങ്ങളും മറന്ന് ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനായി. ഇനി കാണിക്കുന്നത് 1 വർഷം കഴിഞ്ഞ സീനാണ്. ഇപ്പോൾ പാം ജയിലിലാണ്. ജയിലിലെ മറ്റ് പ്രിസണേഴ്സ് അവൾ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. കാരണം അവർ പറയുന്ന കാര്യങ്ങളൊന്നും അവൾ കേൾക്കാറില്ല. ചെൻ അവന്റെ ഡാഡിനെ കാണാൻ വരുന്നു. ഡാഡ്, താങ്കൾ എൻ്റെ കൂടെ വരണം. ഞാൻ മോമിനോട് സംസാരിക്കാം. നമുക്കെല്ലാവർക്കും വീണ്ടും ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ചെൻ പറയുന്നുണ്ട്. നീ എന്നെ വീണ്ടും ഡാഡെന്ന് വിളിച്ചില്ലേ, എനിക്കത് മതി. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഐ ആം റിയലി സോറി എന്ന് ചെൻ്റെ ഡാഡ് പറയുന്നു. ചെൻ ഡാഡിനെ ഹഗ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഒരുപാട് ഇമോഷണൽ ആകുന്നു. ഈ സീനിൽ പാമിനെ കാണാനായി അവളുടെ മദർ ജയിലിലേക്ക് വരുന്നു. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്ന് മദർ പറയുമ്പോൾ, എന്നെ മിസ് ചെയ്യുന്നോ അതോ നിങ്ങൾക്ക് പണത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് പാം ചോദിക്കുന്നു. ശരിയാ, എനിക്ക് പണത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് വെളിയിറങ്ങി എനിക്ക് വേണ്ടി പണം കണ്ടെത്താൻ മദർ പറയുന്നു. ഇനി ഒരിക്കലും നിങ്ങൾ എന്നെ കാണാനായി ഇവിടേക്ക് വരരുത്. നിങ്ങളെപ്പോലുള്ള ഒരു മദർ ഉണ്ടാകുന്നേക്കാളും ബെറ്റർ ഇല്ലാത്തയാണെന്ന് പറഞ്ഞ് പാം ഇമോഷണലായി അവിടുന്ന് പോകുന്നു. നിന്നെപ്പോലുള്ള ഒരു മകൾ ഉള്ളതിനേക്കാളും ഇല്ലാത്തേ ബെറ്റർ എന്ന് അവളുടെ മദറും പറയുന്നു. ഈ സീനിൽ പ്രിൻ അവന്റെ ഫാദറിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മിത്ര അവിടേക്ക് വരുന്നു. ഞാൻ എങ്ങനെയാ എൻ്റെ മക്കൾ എപ്പോഴും എന്നോട് ഹാപ്പി ആയിരിക്കാനായി ഒരു ബെറ്റർ ഫാദർ ആകുന്നതെന്ന് അവൻ അവളോട് ചോദിക്കുന്നുണ്ട്. നീ എൻ്റെയും നിന്റെയും ഫാദറിനെ പോലായാൽ മതി. അവർ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. നിന്റെ ഫാദർ സത്യത്തിൽ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നീ അദ്ദേഹത്തോട് ക്ഷമിക്കണം. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ നീ നിന്റെ ഫാദറിനെ പോലെയാണ്. ആദ്യമൊക്കെ നീ എന്നോട് എന്തുമാത്രം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് നിന്റെ തെറ്റുകൾ നിനക്ക് മനസ്സിലായി. നീ ഒരു ചാൻസ് ചോദിച്ചു. ആ ചാൻസ് നിന്റെ ഫാദറിനും നീ കൊടുക്കണം. ഒരുപാട് ലേറ്റ് ആകാൻ പാടില്ല. നിന്നെ ഇന്ന് ഹാപ്പിയായി കാണണം എന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. സോ പ്രിൻ, നിന്റെ ഫാദറിനോട് ക്ഷമിച്ച് നീ അദ്ദേഹത്തോട് ഹാപ്പി ആയിരിക്കണം. അത് കാണുമ്പോൾ നമ്മുടെ മക്കൾക്കും നിന്നോട് ഒരുപാട് പ്രൗഡ് ഫീൽ ചെയ്യും. കാരണം ക്ഷമിക്കുക എന്ന് പറയുന്നത് അത്ര ഈസിയായ കാര്യമല്ല. ക്ഷമ ചോദിക്കുന്നത് വളരെ എളുപ്പമാ. പക്ഷെ ക്ഷമിക്കുന്ന ആളാണ് ഏറ്റവും വലിയ പേഴ്സൺ എന്ന് അവൾ പറയുന്നു. സോ ഗൈസ്, നിങ്ങളോടും ആരെങ്കിലുമൊക്കെ ക്ഷമ ചോദിക്കുന്നെങ്കിൽ നിങ്ങളും അവരോട് ക്ഷമിക്കുക. ക്ഷമിക്കുന്ന ആളായിരിക്കും ഏറ്റവും വലിയ പേഴ്സൺ, അതെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ചെന്നെ അവൻ്റെ മദർ കോൾ ചെയ്യുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ മകളുടെ കൂടെ നീ ഡേറ്റിന് പോകാൻ മദർ പറയുമ്പോൾ, മദർ, എനിക്ക് ഓൾറെഡി ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, ഇതാണ് എൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ് നായെ കാണിക്കുന്നു. നോക്കുമോ, ഇവൾ നല്ല ബ്യൂട്ടിഫുൾ അല്ലേ, ഞാനിപ്പോൾ ബിസിയാ, പിന്നെ കോൾ ചെയ്യാമെന്ന് പറഞ്ഞ് ചെൻ കോൾ കട്ട് ചെയ്യുന്നു. ആര് നിന്റെ ഗേൾ ഫ്രണ്ട് എന്ന് ഞാൻ ചോദിക്കുമ്പോൾ നീയാണെന്ന് ചെൻ പറയുന്നുണ്ട്. അത് ശരി, പക്ഷെ ആ കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ, നീ ഒരിക്കലും എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ എന്നവൾ പറയുമ്പോൾ, ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ശരി, നീ ഇന്ന് എൻ്റെ ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ നാളെ ആയാൽ മതി. ഓക്കെ, ഞാൻ ഒഫീഷ്യലി നിന്നോട് ചോദിക്കാം. എന്താ എൻ്റെ ഗേൾ ഫ്രണ്ട് ആകാൻ നീ വില്ലിങ് ആണോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. നായാകട്ടെ ഒരുപാട് ഷൈ ആകുന്നു.
ചെൻ അവളെ കിസ് ചെയ്യുന്നുണ്ട്. ഈ സീനിൽ പ്രിൻ അവന്റെ ഡാഡിനെ കാണാൻ വരുന്നു. മദറിനെ കുറിച്ചും അവനെക്കുറിച്ചും എല്ലാം ഡാഡ് ചോദിക്കുന്നുണ്ട്. താങ്കൾ എന്നു മുതലാ മറ്റുള്ളവരെ കയറിയാൻ തുടങ്ങിയെന്ന് പ്രിൻ ചോദിക്കുമ്പോൾ, നമ്മുടെ ഹാപ്പിനെസ്സിനേക്കാളും നമ്മൾ സ്നേഹിക്കുന്ന ആളുകളുടെ ഹാപ്പിനെസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ മുതൽ എനിക്കറിയാം ഞാൻ ഒരിക്കലും ഒരു ബെറ്റർ ഫാദർ ആയിരുന്നില്ല. പക്ഷേ എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് ഡാഡ് പറയുന്നു. പ്രിൻ അവൻ്റെ റിസോർട്ടിൻ്റെ ഓപ്പണിംഗ് സെറമണിയുടെ കാർഡ് ഡാഡിന് കൊടുക്കുന്നു. താങ്കൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നുണ്ട്. ഡാഡ് ഒരുപാട് ഹാപ്പിയാകുന്നു. ഫൈനലി പ്രിൻ തന്നോട് ക്ഷമിച്ചുവെന്ന് ഡാഡിന് മനസ്സിലാകുന്നുണ്ട്. ഈ സീനിൽ നായുടെ ഫാദർ ചെൻ്റെ നായുടെ ഫോട്ടോസ് നോക്കി, എൻ്റെ മകളുടെ ബോയ് ഫ്രണ്ടായിട്ട് ഇവനെക്കുറിച്ച് എനിക്ക് ഒരു വിവരവും ഇല്ല. ഇവനെ നേരിട്ട് കണ്ട് സംസാരിക്കണം, എന്നിട്ട് എൻ്റെ രീതിയിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് ഡാഡ് പറയുന്നു. ചെന്നെ കാണാനായി നായുടെ ഫാദർ സിരിമന്ത്രയിലേക്ക് വരുന്നു. നീ എന്താ എൻ്റെ മകളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഡാഡ് ചോദിക്കുമ്പോൾ, അതേ ഡാഡ്, ഞാൻ നായെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് ചെൻ പറയുന്നു. വാട്ട്? നീ എന്താ എന്നെ ഡാഡിനെ വിളിക്കുന്നതെന്ന് ഡാഡ് ചോദിക്കുന്നു. അപ്പോൾ അവിടേക്ക് നായും വരുന്നുണ്ട്. ഡാഡ്, താങ്കളിവിടെ എന്ത് ചെയ്യാണെന്ന് നാ ചോദിക്കുമ്പോൾ, നിനക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിട്ട് നിന്നെ അവൻ ഡിസേർവ് ചെയ്യുന്നോ ഇല്ലയെന്നോ ഞാൻ അറിയണ്ടേന്ന് ഡാഡ് ചോദിക്കുന്നു. നെക്സ്റ്റ് സീനിൽ മിത്രയാണ് കാണിക്കുന്നത്. അവൾ ഇപ്പോൾ ദ എംബറർ ഗ്രൂപ്പിന്റെ CEO ആയിട്ടുണ്ടായിരുന്നു. സെക്രട്ടറി വന്ന് പ്രിന്റ് റിസോർട്ടായ പരിന്തയുടെ ഓപ്പണിംഗ് സെറമണിയുടെ ഇൻവിറ്റേഷൻ കാർഡ് അവൾക്ക് കൊടുക്കുന്നുണ്ട്. ഈ റിസോർട്ട് പ്രിന്റ് ഒരു ഡ്രീം ആണെന്ന് അവൾക്കറിയാമായിരുന്നു. ഇൻവിറ്റേഷൻ കാർഡ് നോക്കി അവൾ ഹാപ്പി ആകുന്നുണ്ട് പ്രിന്റ് അച്ചീവ്മെന്റിൽ. നെക്സ്റ്റ് കാണിക്കുന്നത് പ്രിന്റ് റിസോർട്ടിന്റെ ഓപ്പണിംഗ് സെറമണിയാണ്. ഗൺ വന്ന് അവനെ കൺഗ്രാറ്റ്സ് പറയുന്നു. മിത്രയെ പോലുള്ള ഒരു വൈഫിനെ കിട്ടിയതിൽ നീ ഒരുപാട് ലക്കിയാണ്. നിന്റെ ഹാപ്പിനെസ്സിൽ ഞാനും വളരെ ഹാപ്പിയാണെന്ന് ഗൺ പറയുന്നു. എനിക്ക് എന്ത് പ്രശ്നം വന്നപ്പോഴും ഒരു ബെസ്റ്റ് ഫ്രണ്ടായി നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിനെല്ലാം ഒരുപാട് നന്ദിയുണ്ടെന്ന് പ്രിന്നും പറയുന്നു. മിത്ര അവിടേക്ക് വരുന്നു. നീ നിന്റെ ജോബിൽ ഒരുപാട് ബിസിയായിരുന്നു എനിക്കറിയാം. എന്നിട്ടും ഞങ്ങളുടെ സെറിമണി അറ്റൻഡ് ചെയ്യാൻ നീ വന്നില്ലേ? അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ടെന്ന് മിത്രയും പറയുന്നു. ഇന്ന് എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ലൈഫിലെ വളരെ ഇമ്പോർട്ടൻ്റ് ഡേ ആണ്. സോ ഈ ഫംഗ്ഷൻ എനിക്കൊരിക്കലും മിസ്സാക്കാൻ പറ്റില്ല എന്ന് ഗണ്ണും പറയുന്നു. നെക്സ്റ്റ് സീനിൽ ഓപ്പണിംഗ് സെറമണിയാണ് കാണിക്കുന്നത്. എല്ലാ ഫാമിലി മെമ്പേഴ്സും അവിടെ ഉണ്ടായിരുന്നു. പ്രിന്റെയും മിത്രയുടെയും 3rd ബേബിയും ഈ സീനിൽ കാണിക്കുന്നുണ്ട്. 4-5 മന്ത്സ് മാത്രം പ്രായമുള്ള ഒരു ബേബി ബോയ് ആയിരുന്നു. അപ്പോൾ പ്രിന്റ് ഫാദർ ചെൻ്റെ കൂടെ അവിടേക്ക് വരുന്നുണ്ട്. പ്രിന്റ് നിക്കിനോടും റീനയോടും ഗ്രാൻഡ് പേയോട് ഹായ് പറയാൻ പറയുന്നു. നിക്കും റീനയും ഗ്രാൻഡ് പേയോട് ഹലോ പറയുന്നുണ്ട്. നിക്കും റീനയും ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ ഗ്രാൻഡ് പാന്ന് വിളിക്കുന്നത്. ഇത് കേട്ട് അദ്ദേഹം ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. ഈ സീനിൽ പ്രിന്റ് ഫാദറിന്റെ അടുത്തേക്ക് വന്ന് തന്റെ സെറിമണി അറ്റൻഡ് ചെയ്യാൻ വന്നതിന് അദ്ദേഹത്തോട് താങ്ക്സ് പറയുന്നുണ്ട്. സത്യത്തിൽ ഞാൻ പ്രോപ്പറായി താങ്കളോട് താങ്ക്സ് പറഞ്ഞിട്ടില്ല. താങ്കൾ കാരണമാണ് ഇപ്പോൾ മിത്ര എൻ്റെ കൂടെ ഉള്ളത്. അതിനൊരുപാട് നന്ദിയുണ്ട്. ഞാൻ താങ്കളോട് ഒരുപാട് മോശമായി സംസാരിച്ചിട്ടുണ്ട്. അതിനെല്ലാം സോറി എന്ന് അവൻ പറയുന്നു. ഇവിടെ പ്രിന്റ് ഫുൾ ലൈഫിൽ ആദ്യമായിട്ട് ഡാഡെന്ന് വിളിക്കുന്നു. ഇത് കേട്ട് ഡാഡും ഒരുപാട് ഇമോഷണലാകുന്നുണ്ട്. നിന്നോട് ഞാനും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ഐ എം റിയലി സോറി. ഇനിയും ലേറ്റ് ആയിട്ടില്ല. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് 2 പേർക്കും ഒരു നല്ല ഫാദർ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഡാഡ് പറയുന്നു. ചെൻ്റെയും പ്രിൻ്റെ ഇടയ്ക്കുള്ള പ്രശ്നങ്ങളും ഇവിടെ തീരുന്നു. ഡാഡ് തന്റെ 2 മക്കളെ ഹഗ് ചെയ്യുന്നുണ്ട്. ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നെങ്കിലും ഫൈനലി പ്രിൻ്റെ ലൈഫിലെ പ്രശ്നങ്ങളെല്ലാം തീരുന്നു. ഈ സീനിൽ ചെൻ വെളിയിലേക്ക് വന്ന് ഇവളത് എവിടെ പോയി ആലോചിക്കുന്നു. അപ്പോൾ അവളുടെ ഫാദറിന്റെ കൂടെ വരുന്നുണ്ട്. ആദ്യമായിട്ട് തന്നെ ടോംബോയ്സ് ലുക്കെല്ലാം മാറ്റി ഒരു പ്രോപ്പർ ഗേളിനെ പോലെ മേക്കപ്പും ഡ്രസ്സെല്ലാം ചെയ്ത് വന്നിരിക്കുകയാണ്. ഇങ്ങനെ കാണുമ്പോൾ ചെൻ നോക്കി നിൽക്കുന്നുണ്ട്. ഒരുപാട് ഷൈ ആകുന്നു. ചെൻ നായുടെ ഫാദറിനെ നോക്കി ഹലോ ഡാഡ് എന്ന് പറഞ്ഞ് വിഷ് ചെയ്യുന്നുണ്ട്. ഓ ഹലോ, നിന്റെ ഫാദർ ആരാണെന്ന് നായുടെ ഫാദർ ചോദിക്കുമ്പോൾ സാഡ് ആകുന്നു. ഇത് കണ്ട് ഡാഡ് ശരി നീ എന്നെ ഡാഡിനെ വിളിച്ചോളാൻ ചെന്നോട് പറയുന്നു. ചെൻ ഹാപ്പി ആകുന്നുണ്ട്. നായാകട്ടെ ഒരുപാട് ഷൈ ആകുന്നു. നീ എന്തിനാ ഇത്രയും ഷൈ ആകുന്നത്? ശരി, നിന്റെ ഷൈനസ് എല്ലാം കഴിഞ്ഞ് അകത്തേക്ക് വരാൻ പറഞ്ഞ് ഡാഡ് അകത്തേക്ക് പോകുന്നു. ചെൻ നായും കൂട്ടി സൈഡിലേക്ക് വരുന്നു. എന്നിട്ട് അവളെ നോക്കി നിൽക്കുന്നുണ്ട്. എന്തു പറ്റി? ഈ ഡ്രസ്സ് എനിക്ക് ചേരുന്നില്ലല്ലേ? എനിക്ക് അപ്പോഴേ തോന്നി. ഞാൻ പോയി ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുന്നു. ചെൻ അവളെ തഴഞ്ഞ് ഞാൻ നിന്നോട് ഒന്നും പറഞ്ഞില്ലല്ലോ.
സത്യത്തിൽ ഈ ഡ്രസ്സിൽ നീ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു എന്ന് അവൻ പറയുന്നു. എന്നിട്ട് അവളുടെ ക്ലോസ് ആയി വന്ന് അവളെ കിസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നായയുടെ ഫാദർ അവിടേക്ക് വന്ന്, നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്ത് ചെയ്യായിരുന്നു? എന്നോട് ഒരു എക്സ്പ്ലനേഷൻ പറയേണ്ട ആവശ്യമില്ല, ഞാൻ എല്ലാം കണ്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നേന്ന് ഫാദർ പറയുമ്പോൾ, ഇല്ല ഫാദർ തെറ്റിദ്ധരിച്ചിരിക്കുക, എൻ്റെ കണ്ണിലൊരു പൊടി വീണു, അതെടുക്കാനായി ചെൻ ശ്രമിക്കുകയായിരുന്നു അല്ലേ ചെന്ന് ഞാൻ ചോദിക്കുമ്പോൾ ചെൻ ധൈര്യത്തിൽ, അല്ല ഞാൻ നായെ കിസ് ചെയ്യാൻ പോകുകയായിരുന്നു എന്ന് അവൻ പറയുന്നു. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ വെച്ച് കിസ് ചെയ്യാൻ ഡാഡി പറയുന്നു. ചെൻ കിസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞാൻ അവനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അവളുടെ ഫാദർ ആകട്ടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത് കാണാൻ നിൽക്കുകയാണ്. ഫൈനലി അവൻ അവളുടെ ഫോർഹെഡിൽ കിസ് ചെയ്യുന്നു. നീ എന്ത് സ്റ്റുപ്പിഡാണ്, ഇത്രയും നല്ല അവസരം കിട്ടിയിട്ട് ആരെങ്കിലും ഫോർഹെഡിൽ കിസ് ചെയ്യോ? ഫോർഹെഡിൽ കിസ് ചെയ്യുന്നത് പേരൻസ് ആണ്, നീ കിസ് ചെയ്യേണ്ട ലിപ്സിലാണെന്ന് ഫാദർ പറയുന്നു. ഇത് കേട്ട് ചെൻ അവളുടെ ലിപ്സിൽ കിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെ ബുള്ളിയാണെന്ന് പറഞ്ഞ് ഞാൻ ദേഷിച്ച് അവിടുന്ന് പോകുന്നു. സ്റ്റുപ്പിഡ്, നീ ഇവിടെ നിൽക്കാതെ അവളുടെ പിറകെ പോകാൻ പറഞ്ഞ് ഡാഡ് അവനെയും കൂട്ടി അവളുടെ പിറകെ പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ പ്രിന്റ് റിസോർട്ടിന്റെ ഓപ്പണിംഗ് സെറമണിയാണ് കാണിക്കുന്നത്. പ്രിന്റ് മിത്രയോടും അവിടെയുള്ള എല്ലാവരോടും താങ്ക്സ് പറയുന്നു, ഓരോ പ്രശ്നങ്ങൾ വന്നപ്പോഴും തന്നെ സപ്പോർട്ട് ചെയ്ത് തൻ്റെ കൂടെ നിന്നതിന്. പ്രിന്റെ ഇമോഷണൽ സ്പീച്ചിന് ശേഷം അവരെല്ലാവരും ചേർന്ന് പരന്തയുടെ ഓപ്പണിംഗ് സെറമണി എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ സീനിൽ പ്രിന്റ് മിത്രയും കൂട്ടി റൂഫ് ടോപ്പിലേക്ക് വരുന്നു. നിന്നെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ മുതലേ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഏതെങ്കിലും രീതിയിൽ നീ എൻ്റെ ലൈഫിലെ ഒരു പാർട്ടായിരിക്കും എന്ന് എനിക്ക് അന്നേ ഉറപ്പായിരുന്നു എന്ന് പ്രിന്റ് പറയുന്നു. സത്യത്തിൽ ഈ ലൈഫ് തന്നെ ഒരുപാട് വിയേർഡാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളെ തന്നെ ഞാൻ സ്നേഹിക്കുമെന്ന് അവൾ പറയുന്നു. പക്ഷെ എനിക്ക് നിന്നെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ മുതലേ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് അവനും പറയുന്നു. അവർ രണ്ടുപേരും അവരുടെ ലൈഫിലെ ഓരോ മൊമെന്റ്സ് ഓർക്കുന്നുണ്ട്. ഐ ലവ് യു എന്ന് മിത്ര പ്രിന്നോട് പറയുന്നു. ഐ ലവ് യു ടു എന്ന് പ്രിന്നും പറയുന്നുണ്ട്. എന്നിട്ട് അവളെ കിസ് ചെയ്യുന്നു. ഈ ഹാപ്പി എൻഡിങ്ങോടെ ഈ സീരീസ് ഇവിടെ അവസാനിക്കുന്നു. സോ നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു സീരീസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.